കഴിഞ്ഞ ദിവസം സാന്ദ്ര തോമസ് ഒരു അഭിമുഖത്തിൽ മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ വലിയ ചർച്ചയായിരുന്നു. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹിക്കെതിരെ കേസ് ഫയൽ ചെയ്തപ്പോൾ കേസുമായി മുന്നോട്ട് പോകരുതെന്നും മമ്മൂട്ടി ആവശ്യപ്പെട്ടെന്നും ഇതിന് തയ്യാറാകാതെ ഇരുന്നോടെ താനുമായി കമ്മിറ്റ് ചെയ്ത ഒരു സിനിമയിൽ നിന്നും അദ്ദേഹം പിന്മാറിയെന്ന് സാന്ദ്ര പറഞ്ഞു. ഇതിന് പിന്നാലെ മറ്റൊരു സാഹചര്യത്തിൽ മമ്മൂട്ടിയുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് സാന്ദ്ര സംസാരിക്കുന്ന ഒരു പഴയ വീഡിയോ ഫേസ്ബുക്കിൽ നിർമ്മാതാവ് ലിസ്റ്റിൻ സിവൻ പങ്കുവെക്കുകയും ചെയ്തു. ലിസ്റ്റിന്റെ വീഡിയോയ്ക്ക് താഴെ പിന്നാലെ സാന്ദ്ര ഫേസ്ബുക്കിൽ പങ്കുവച്ച പുതിയ പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ്. ഒറ്റപ്പെടും എന്ന തിരിച്ചറിവിനെ അവഗണിക്കുന്നിടത്താണ് ഓരോ പുതുവഴിയും പിറകൊള്ളുന്നത്. കാത്തു നിൽക്കുക എന്നാണ് സാന്ദ്ര ഫേസ്ബുക്കിൽ കുറിച്ചത്. ഈ പോസ്റ്റിന് മറുപടിയുമായി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്. ഇതിന് പല കമന്റുകളും മമ്മൂട്ടിയെ എന്തിനാണ് ഈ പ്രശ്നത്തിലേക്ക് വലിച്ചിഴച്ചത് എന്നാണ്. മമ്മൂക്കയെ അവഹേളിച്ച് അന്ന് തൊട്ട് നിന്റെ പതനവും തുടങ്ങി. ഇത് വരെ നിനക്ക് കിട്ടിയപ്പോൾ എന്തിനാ തന്നപ്പോൾ ഇനി നിനക്കെതിരാണ് എന്നാണ് പോസ്റ്റിന് താഴെ വരുന്ന ഒരു കമന്റ്. ഈ കമന്റ് സാന്ദ്ര പ്രതികരിച്ചിട്ടുണ്ട്. സത്യം പറയുന്നത് എങ്ങനെയാണ് അപകടമാകുന്നത്? മമ്മൂക്ക നല്ലത് ചെയ്തെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് സാന്ദ്ര പറഞ്ഞു. മമ്മൂട്ടി ഇത് വലിച്ചിട്ട് ശരിയായത് മറ്റൊരു കമന്റിന്. മമ്മൂട്ടി ആരും വലിച്ചിട്ടതല്ല, അദ്ദേഹം താനെ വന്ന് കയറിയതാണെന്ന് സാന്ദ്രയുടെ മറുപടിയും. കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക സമർപ്പിച്ച നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസിന്റെ നോമിനേഷൻ തള്ളിയതിൽ അസോസിയേഷൻ ഭാരവാഹിക്കെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ 3 സിനിമ എങ്കിലും നിർമ്മിക്കണം എന്ന് കാരണം കാണിച്ചാണ് സംഘടന സാന്ദ്രയുടെ നോമിനേഷൻ തള്ളിയത്. ഇതിനിടെ മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞതിന് പിന്നാലെ ഈ വെളിപ്പെടുത്തൽ കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ട് സാന്ദ്രയോട് ചോദ്യങ്ങളുമായി നിർമ്മാതാവ് റെനീഷൻ അബ്ദുൽ ഖാദർ രംഗത്തെത്തിയിരുന്നു. ഏത് സിനിമയാണ് കമ്മിറ്റ് ചെയ്തത്, എപ്പോഴാണ് പിന്മാറി എന്നിങ്ങനെയായിരുന്നു ചോദ്യങ്ങളും.